ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. അപ്പോൾ ഈ ഒരു വീഡിയോയും വളരെ സ്പീഡിൽ ചെയ്തു പോകും. കാരണം നമ്മുടെ RRB ടീച്ചറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നോട്ടിഫിക്കേഷനൊക്കെ വായിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് പേരുടെ മെസ്സേജസ് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നവർ തീർച്ചയായിട്ടും മുന്നേ നമ്മൾ അപ്ലൈ ചെയ്ത ആധാറിൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ കാണുക. കണ്ടതിന് ശേഷം അത് 2 മിനിറ്റുള്ള വീഡിയോ ആണ്. അത് കണ്ടതിന് ശേഷം ഇതൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ വിളിച്ചന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ വരുന്നുണ്ട്, കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മുമ്പ് പറഞ്ഞ ആ വീഡിയോയിൽ ആധാറിൻ്റെ അപ്ഡേഷനിൽ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് കണ്ട സെക്ഷൻ എന്ന് പറയുന്നത് പാസ്വേഡും യൂസർ നെയിം കൊടുത്ത് നമ്മൾ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആവും. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഹോമിലേക്ക് പോവുക. അതായത് ആ അഡ്രസ്സിൻ്റെ ഹോമിൽ ഏറ്റവും മുകളിൽ ഇവിടെ ഹോം എന്ന് പറയുന്ന ഇവിടെ ഹോം എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്. ആ ഹോമിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അപ്പം ആൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്, ഇത് അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്നുള്ളതാണ് പേഴ്സണൽ ഇൻഫർമേഷൻ ആയിട്ട് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ആണെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കുക. ലോഗിൻ, ഇവിടെ ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഹോമിൽ പോയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ കാണും. ഇതേപോലെ ഒരു വിൻഡോ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് കൊടുത്തിട്ട് ഇവിടെയുള്ള ഈ സീക്രട്ട് കോഡും കൂടി ക്യാപ്ചയും കൂടി നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ഇവിടെ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ലോഗിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അടുത്ത പേജ് എന്ന് പറയുന്നത് ഈ ഒരു പേജിലേക്ക് വരും. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ ഈ പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ഇതിലേക്ക് എന്ത് ചെയ്യുക, ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ബാക്കിയുള്ള അതിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ കാര്യങ്ങൾ ഇവിടെ 13 ലാംഗ്വേജിലുണ്ടെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിടക്കൊണ്ട് വേണമെങ്കിൽ വായിച്ച് നോക്കാം സമയമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത നെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് ഇതായിരിക്കും. നെക്സ്റ്റ് വിൻഡോ വരുന്നത് ഇതായിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് വിൻഡോ ഇതായിരിക്കും. അപ്പോൾ ആ വിൻഡോയിൽ കാണുന്ന ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്. ഇത് പഴയതാണ് കേട്ടോ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. ഇപ്പോഴത്തെ ഡേറ്റ് 16/2/2025 ആണ്. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മൾ എന്താണ് സെലക്ട് ദ RRB ഫോർ വിച്ച് യു വിഷ് ടു അപ്ലൈ. ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏത് RRBയിലാണ് നമ്മുടെ പോസ്റ്റ് ഉള്ളത്, നമുക്ക് വേക്കൻസി ഉള്ളത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളത് എന്ന് നോക്കി വെച്ചിരിക്കണം. ആദ്യമേ താഴെ നോട്ടിഫിക്കേഷൻ ഏറ്റവും താഴെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് TGT ആണോ, PRT ആണോ, PGT ആണോ, അതോ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി ആണോ, ഏതാണോ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്, അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്, ഏത് RRBയിലാണ്, അത് ചെന്നൈ ആണോ, ബാംഗ്ലൂർ ആണോ, അജ്മീർ ആണോ, ഗുജറാത്ത് ആണോ, ബോംബെ ആണോ എന്നൊക്കെ നോക്കി വെക്കുക. നോക്കി വെച്ചതിന് ശേഷം അതിവിടെ നമ്മളിവിടെ ഒന്ന് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓപ്ഷൻ വരും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പേജിലേക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനൊരു പേജാണ്. നെക്സ്റ്റ് പേജിലേക്ക് എസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പേജിൽ നമ്മൾ ഈ ഒരു പേജിൽ വന്ന് നിൽക്കും. ഇങ്ങനൊരു പേജ്, അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു പേജിലേക്ക് വരും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് മെറിറ്റൽ സ്റ്റാറ്റസ്, റിലീജിയൻസ്, മദർ ടങ്, അതുപോലെ തന്നെ ഫീ എക്സംഷൻ ഉണ്ടോ, അതായത് നമ്മൾ റിസർവേഷൻ കാറ്റഗറിയിലാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ പെർമനൻറ്റ് വിസിബിൾ മാർക്ക്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മുടെ ശരീരത്തിലുള്ള അത് 2 എണ്ണം കൊടുക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടം. ബ്ലാക്ക് മോൾ ഓൺ ദി ഫേസ് എന്നോ, അത് നിങ്ങൾ ഏതാണോ സാധാരണ എഴുതുന്ന ആ സാധനം കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് അടുത്ത കോളം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കമ്മ്യൂണിറ്റി ആഡ് ചെയ്യണം. അത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കമ്മ്യൂണിറ്റി എന്നാണ് വരും. ഓക്കെ, ആ കമ്മ്യൂണിറ്റി അവിടെ നമ്മൾ ആഡ് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ റിസർവേഷൻ കാറ്റഗറിയിൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ജനറൽ കൊടുത്താൽ മതി. ഓക്കെ,
അപ്പം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ഡേറ്റ് ആഡ് ചെയ്യണം. അത് ഏത് അതോറിറ്റിയിൽ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ള ആഡ് ചെയ്യണം. ഓക്കെ. ഇനി ഡു യു വിഷ് ടു അവൈലബിൾ ഫ്രീ റെയിൽ ട്രാവൽ പാസ് ഫോർ ദ എക്സാംസ്. നമുക്ക് SC STക്കും ഒക്കെ ഫ്രീ ട്രാവൽ പാസ് ഉണ്ട് അല്ലേ സ്ലീപ്പർ ക്ലാസ്സിൽ. അപ്പോൾ ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, എസ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ സർട്ടിഫിക്കറ്റ്, ആ ഡോക്യുമെന്റ്, ആ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ. ഇതിപ്പോൾ ഞാൻ കണ്ടത് തന്നെയാണ്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നേരത്തെ തയ്യാറാക്കി അതിൻ്റെ ഫോമാറ്റ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മുകളിൽ കണ്ടില്ലായിരുന്നോ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ അപ്ലോഡ് ഡോക്യുമെന്റ്, നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത ഒരു വിൻഡോ, ഒരു പോപ്പപ്പ് വിൻഡോ തെളിഞ്ഞു വരും. ആ ഒരു പോപ്പപ്പ് വിൻഡോ എന്ന് പറയുന്നത് ഇതാണ്, അപ്ലോഡ് ഡോക്യുമെന്റ്സ്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അത് 500 KB നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അതിൻ്റെ ഫോമാറ്റ് എന്ന് വെച്ചാൽ 500 KB ആണ്, PDF ആണ് കേട്ടോ. PDF ഫോമാറ്റിൽ 500 KB താഴാതെയുള്ള PDF ഫോമാറ്റിലാണ് നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ജാതി സർട്ടിഫിക്കറ്റ് ആണ്. എന്നിട്ട് നമ്മൾ ബ്രൗസ് കൊടുക്കുക, എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ബ്രൗസ് കൊടുക്കുന്ന സമയത്ത് അവിടെ വരും, അത് ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ആക്കുക. ഓക്കെ. അത് അപ്ലോഡ് ആവും. അപ്ലോഡ് ആയതിനു ശേഷം നെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സ് ആഡ് ചെയ്യുന്നതിനാണ്. അത് പെർമനന്റ് അഡ്രസ്സും ഉണ്ട്, അതായത് പ്രസന്റ് അഡ്രസ്സും ഉണ്ട്, പെർമനന്റ് അഡ്രസ്സും ഉണ്ട്. രണ്ടും ഒന്നാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തേ, പെർമനന്റ് അഡ്രസ് ഈ സെയിം ആസ് പ്രസന്റ് അഡ്രസ്സ്. ഈ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ. ചിലർക്ക് പ്രസന്റ് അഡ്രസ്സ് ഒന്നായിരിക്കും, പെർമനന്റ് അഡ്രസ്സ് വേറെ ഒന്നായിരിക്കും. അത് രണ്ടും കൊടുക്കുക. രണ്ടും ഒന്നാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്തിട്ട് താഴെ ഇത് ക്ലിക്ക് ചെയ്ത് മതി, രണ്ടിലും ഒരേ കണക്കാവും. അതിന് സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ. സേവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്തൊരു പേജിലേക്ക് നമ്മൾ പോകും. അടുത്ത പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേജാണ്, അതർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പേജ്. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നെക്സ്റ്റ് അതർ ഡീറ്റെയിൽസ് എന്നുള്ള പേജിലേക്ക് പോകും. അവിടെ നമ്മുടെ ചോദിക്കുന്നത് കാറ്റഗറി ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിക്കുന്നത്. നമ്മുടെ എക്സ് സർവീസ് മാൻ ആണോ, അതുപോലെ PWD, അതായത് നമ്മുടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതില്ലെങ്കിൽ നോ കൊടുത്ത് പോവുക. ഓക്കെ. നോ കൊടുത്തു. പിന്നെ EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണോ, നിങ്ങൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ആളാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുന്ന സമയത്ത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ 500 KB താഴെ അത് തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ അവിടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. അത് അവിടെ അപ്ഡേറ്റ് കൊടുക്കുക. പിന്നെ ഇന്ത്യൻ റെയിൽവേയിൽ എംപ്ലോയി ആണോ അല്ലേന്ന് ചോദ്യമുണ്ട്. ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അല്ല എസ് എങ്കിൽ എസ് എന്ന് കൊടുക്കുക, നോ എങ്കിൽ നോ കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ കറന്റ് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. ഓക്കെ. പിന്നെ അടുത്ത നെക്സ്റ്റ് കോളം വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന്, PW കാൻഡിഡേറ്റ്സിന്, അതുപോലെ തന്നെ EWC കാൻഡിഡേറ്റ്സിന് എല്ലാം ഫീസ് തിരികെ കിട്ടും. നിങ്ങൾ 250 രൂപയാണ് നിങ്ങളുടെ ഫീസ്, 250 ആണ് നിങ്ങളുടെ ഫീസ് ആയിരുന്നത്. അത് നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ ആ ഫീസ് തിരിച്ചു കിട്ടും. അപ്പോൾ അത് റീഫണ്ട് ചെയ്യുന്നതിനുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അടുത്തതായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ബാങ്ക് പാസ്ബുക്ക് കൂടെ കയ്യിൽ വെച്ചിരിക്കുക, കാരണം IFSC കോഡൊക്കെ അവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ IFSC കോഡ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ഇവിടെ 2-3 കോളങ്ങളായിട്ട് വരും. IFSC കോഡും അക്കൗണ്ട് നമ്പറും പേരും ഒക്കെ അവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് അത് അതായത് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത വിൻഡോയിലേക്ക് വരും. അത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇതാണ് അടുത്ത വിൻഡോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഈസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നമ്മൾ 10th ലെവൽ മുതൽ 10 മുതൽ, അതായത് നോർമലായിട്ട് നമ്മൾ ടീച്ചറിനുള്ള ഏത് പോസ്റ്റ് ആയിരുന്നാലും 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വേണം, +2ൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇനി +2 TTC ഉള്ളവർക്കാണെങ്കിൽ +2 TTC ഓർ DLED, ഓക്കെ, ഓർ DLED പ്ലസ് TET എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ഇനി അതല്ലാത്തവർക്ക് 10, 12th ഡിഗ്രി വരും, പ്ലസ് PG ഉണ്ടെങ്കിൽ PG പ്ലസ് TET. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് അവിടെ. അപ്പോൾ 1 by 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്യണം. ഓക്കെ. മെട്രിക്കുലേഷൻ കൊടുക്കുക. മെട്രിക്കുലേഷൻ അതായത് നിങ്ങൾ 10ാം ക്ലാസ്, അതിൻ്റെ റോൾ നമ്പർ, സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പർ, ട്രേഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്സ്, ഏത് ബോർഡിലാണെന്നുള്ളത്, ഡേറ്റ് ഓഫ് പാസിങ്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഇതെല്ലാം കൊടുക്കുക. അപ്പം അത് ഓരോന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനെ തെറ്റിപ്പോണെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ 1 by 1 ആയിട്ട് അത് കൊടുക്കുക. ഓരോന്നായിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത്
ഒരെണ്ണം കൊടുത്ത് ഇപ്പോൾ SSLC ഇവിടെ ക്ലിക്ക് ചെയ്യുക, താഴെ വരുമ്പോൾ SSLC എന്ന് കാണിക്കും, അത് SSLC ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ എന്ന് കാണും, ക്ലിക്ക് ചെയ്യുക, അത് എല്ലാ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഇതാ ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആഡ് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് അടുത്ത ക്വാളിഫിക്കേഷനിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും. വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത ക്വാളിഫിക്കേഷൻ 10 കഴിഞ്ഞാൽ +2 ആണല്ലോ, 10 കഴിഞ്ഞാൽ +2 ആണ്. ആ +2ലേക്ക് നിങ്ങൾ കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യുക. അപ്പം ഓരോന്ന് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലുള്ള ഈ കോളം എന്ത് ചെയ്യുക, ആഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും. ഓക്കെ, അങ്ങനെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, ഓരോരോ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരും. നിങ്ങൾക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് ഓരോന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നായിട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇത് ഓരോന്നായിട്ട് ഞാൻ ഒരു സാമ്പിൾ ചെയ്ത് നോക്കിയതാണ് ലൈവായിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക. അതിൽ കുറേ കാര്യങ്ങൾ ചോദിക്കും. അതാണ്ട് പ്ലീസ് ചൂസ് ഓൺ ഓർ മെനി യുവർ മീഡിയം പ്രൊഫിഷ്യൻസി കോമ്പറ്റൻസി ഇൻ ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുവാൻ ഏതൊക്കെ മീഡിയത്തിൽ പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഇവിടെ കേട്ടോ. അത് നോക്കി വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട്, പിന്നെ ഡു യു ഹാവ് ഓഫ് എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ അറിവുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോഴും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ താഴെയുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഏതൊക്കെ ഭാഷ അറിയാം ആ ഭാഷകളൊക്കെ കൊടുക്കുക, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ ഓരോ ക്വാളിഫിക്കേഷനും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 1 by 1 ആയിട്ട് ഇതേപോലെ ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ യുവർ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. വീണ്ടും അടുത്ത് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇപ്പോൾ ഇതിലാണെങ്കിൽ മെട്രിക്കുലർ 10 വെച്ചു, +2 വെച്ചു, ഡിഗ്രി വെച്ചു, ഇനി അടുത്ത ക്വാളിഫിക്കേഷൻ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കാണും. ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ തെളിയുകയും ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. തെറ്റ് വരുന്നെങ്കിൽ അപ്പോൾ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. പുതുതായിട്ട് പുതിയ ക്വാളിഫിക്കേഷൻ ഇടുന്നതിന് വേണ്ടിയിട്ട് ആഡ് കൊടുത്തിട്ട് പുതിയ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അടുത്തത് നെക്സ്റ്റ് ആ ക്വാളിഫിക്കേഷനെല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഓക്കെ, ഇതേപോലെ വന്ന് നിൽക്കും. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും തന്നെ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ പേനയുടെ ഒരു സൈഡിൽ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത് വന്ന് എല്ലാ ക്വാളിഫിക്കേഷനും ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ടെറ്റ് ടീച്ചർ എലിജിബിലിറ്റി അപ്ലൈ ആഡ് ചെയ്തു. ഇങ്ങനെ ആഡ് ചെയ്ത് വരിക. ഓക്കെ, ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാ ക്വാളിഫിക്കേഷനും ആഡ് ചെയ്തെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഓരോ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും വർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ളൊരു കോളം ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഓൾറെഡി വർക്കിംഗ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ അത് അപ്പോൾ ക്വാളിഫിക്കേഷനും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, എല്ലാത്തിനും വർക്ക് എക്സ്പീരിയൻസ് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത പേജിലേക്ക് പോകും. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് നമ്മൾ എത്തി. നെക്സ്റ്റ് പേജിലേക്ക് എത്തി. വർക്ക് എക്സ്പീരിയൻസ് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പേജിൽ എന്ന് വെച്ചാൽ അപ്ലോഡ് യുവർ സിഗ്നേച്ചർ ആൻഡ് ഫോട്ടോസ് എന്നുള്ളതാണ്. സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെ മുൻകൂട്ടി കമ്പ്യൂട്ടറിൽ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി എ റീസെന്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നോട്ട് ഓൾഡർ ദാൻ 2 months. അതായത് 2 months മുമ്പേ ഉള്ള 2 months ന്യൂ, അതായത് ഇപ്പോൾ എടുത്ത ഫോട്ടോസ് കളർ ഫോട്ടോ സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതിൻ്റെ സൈസ് 35 mm × 45 mm ഓർ 320 × 240 പിക്സൽ എന്നുള്ളതാണ്. അതിൻ്റെ ഫോമാറ്റ് JPG ഓർ JPEQ എന്ന് പറയുന്ന ഫോമാറ്റാണ്. അപ്പോൾ അത് നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓൺലൈനായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് RRB ടീച്ചർ അല്ലെങ്കിൽ RRB ഫോട്ടോ ടീച്ചർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ എഡിറ്റ് എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കറക്റ്റ് സൈസിലേക്ക് കിട്ടും. ഓക്കെ, സൈസ് ഫോട്ടോയുടെ സൈസ് എന്ന് വെച്ചാൽ 50 KB to 100 KB, അതായത് 50 KBയിൽ കുറയാനും പാടില്ല, 100 KBയിൽ കൂടാനും പാടില്ല. അതാണ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ആ ഫോട്ടോ
അപ്ലോഡ് ചെയ്യുക. അതായത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മളുടെ ബ്രൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു കോളം ഉണ്ട്. ഈ ബ്രൗസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ഫോട്ടോ എടുക്കുന്നത് അവിടേക്ക് പോകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ അപ്ലോഡ് ആവും. ഇവിടെ വന്ന് കിടക്കും ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ട് വരും, നിങ്ങൾ കറക്റ്റ് ഫോമാറ്റിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ. നെക്സ്റ്റ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഓഫ് സിഗ്നേച്ചർ ആണ്. ഓക്കെ, സിഗ്നേച്ചർ എന്ന് പറയുന്ന കാര്യമാണ്. ആ ഫോട്ടോയുടെ കാര്യം നമ്മളിപ്പം ഫോട്ടോ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫോട്ടോകളൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ ഫോട്ടോ ഈ ടൈപ്പിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചത് ഇങ്ങനെയുള്ള ക്ലിയർ ആവാത്ത ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്യത്തില്ല എന്നവരത് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് പറയുമ്പോഴത്തേക്ക്, നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇനി സിഗ്നേച്ചർ നിങ്ങളുടെ ഒപ്പാണ്. അപ്പോൾ ഒപ്പും ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് പെൻ വെച്ചിട്ട് ഒപ്പിട്ടുക. അതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 50 mm × 20 mm ആണ്. അതിൻ്റെ JPG JPEG തന്നെയാണ് അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. അത് ഡയമെൻഷൻ 50-20 അല്ലെങ്കിൽ 140 × 60 പിക്സൽ സൈസ് ആണ്. 30 KB താഴാനും പാടില്ല, 50 KB കൂടാനും പാടില്ല. സിഗ്നേച്ചർ കേട്ടോ. ഫോട്ടോ ആണെങ്കിൽ 50 KB താഴാനും പാടില്ല, 100 KB കൂടാനും പാടില്ല. സിഗ്നേച്ചർ ആണെങ്കിൽ 30 KB താഴാനും പാടില്ല, 50 KB കൂടാനും പാടില്ല. ഇതൊക്കെ കമ്പ്യൂട്ടർ സെന്ററിലോ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനായിട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യുക, കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബ്രൗസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഫോൾഡറിലേക്ക് പോകും, അവിടെ ക്ലിക്ക് ചെയ്യുക, സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അപ്ലോഡ് ആവും. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. ഇവിടെ സേവ് എന്നും പറഞ്ഞ ഓപ്ഷൻ വന്ന് നിൽക്കും. ഓക്കെ, സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ആ സേവ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത പേജിലേക്ക് നിങ്ങൾ പോകും. നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഫോട്ടോ ഒപ്പം കറക്റ്റാണ്. നെക്സ്റ്റ് ഇവിടെ ഞാൻ ആദ്യം കൊടുത്ത RRB എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു RRB അജ്മീർ എന്ന് പറഞ്ഞ് കൊടുത്തില്ലായിരുന്നു. അവിടെ ഞാൻ അപ്ലൈ ചെയ്ത ഒരു ഫേക്ക് ആണ് കൊടുത്തത്, ഫേക്ക് അജ്മീർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ അപ്ലൈ ചെയ്ത വേക്കൻസി ഇല്ല, അതുകൊണ്ട് അവർ കാണിക്കുന്നത് യു ആർ നോട്ട് എലിജിബിൾ ഫോർ എനി ഓഫ് ദ പോസ്റ്റ് അണ്ടർ സെലക്ടഡ്. അപ്പം നിങ്ങളും ഇങ്ങനെ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ നോക്കാതെ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു RRB ചെന്നൈയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൽ ചെന്നൈയിലില്ലെങ്കിൽ ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കാണിക്കണമെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അയ്യോ, ഞാൻ ഇത്രയും പാടുപെട്ടതെല്ലാം അപ്ലോഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തതെല്ലാം വിഷമമായി പോയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല, ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഹോമിലേക്ക് പോവുക. അവിടെ ഓക്കെ കൊടുത്തിട്ട് നേരെ ഹോമിലേക്ക് വരിക. ഹോമിലേക്ക് വന്നിട്ട് ആദ്യത്തെ പേജില്ലേ, നമ്മൾ ഫസ്റ്റ് പേജ് ഹോമിൽ കണ്ടില്ലായിരുന്നു, ഫസ്റ്റ് പേജ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് പേജ് നമ്മൾ ഹോമിലേക്ക് വന്നായിരുന്നല്ലോ. ഫസ്റ്റ് പേജിലേക്ക് വരിക, ഹോമിലേക്ക് വരിക. നിങ്ങൾ ഓക്കെ എടുക്കുമ്പോൾ ഹോമിലേക്ക് വരും, ഈ പേജിലേക്ക് വരും. ഈ പേജിലേക്ക് വരും. ഈ പേജിലേക്ക് നിങ്ങൾ വരും. ഈ പേജിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്ത ആ പ്ലേസ്, നിങ്ങൾക്ക് വേക്കൻസിയുള്ള യഥാർത്ഥ പ്ലേസ് RRB ഇവിടെ കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ഈ പേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക്, അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ആദ്യം പറഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് കറക്റ്റ് പ്ലേസ് ആദ്യം കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആദ്യം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത് അതാണ്. എവിടെയാണോ നിങ്ങളുടെ വേക്കൻസി ഉള്ളത് കറക്റ്റ് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ അയക്കാനായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് സെലക്ട് ചെയ്യുക. ഹോമിലേക്ക് വന്ന് കറക്റ്റ് അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ വരും, നമ്മുടെ പഴയ പേജിലേക്ക് വരും. പഴയ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ട, അപ്പോൾ ഇങ്ങനെ കാണിക്കും പഴയ പേജിലേക്ക്. ഇപ്പം ഞാൻ പ്രയാഗരാജ് എന്ന് പറഞ്ഞ് മാറ്റി കൊടുത്തു. അപ്പോൾ അതാ ഇങ്ങനെ കാണിക്കും, എലിജിബിൾ പോസ്റ്റ് ഫോർ സോൺ PU അപ്ലൈ എന്ന് പറഞ്ഞതാ, കാറ്റഗറി 23 പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചു. ഓക്കെ, ഇങ്ങനെ കാണിക്കും. എനിക്ക് ആ പോസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഇവിടെ വരും. 1, 2, 3, 4 ഏതൊക്കെ പോസ്റ്റാണ് ഞാൻ അപ്ലൈ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ 1 by 1 ആയിട്ട് താഴോട്ട് വരും. ഇവിടെ ഞാൻ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ. അതായത് നിങ്ങൾ കൊടുത്ത വേക്കൻസി നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത RRB അനുസരിച്ച്, ആദ്യം സെലക്ട് ചെയ്ത RRBയിൽ നിങ്ങൾ കൊടുത്ത ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്ത് ഏതെല്ലാം പോസ്റ്റ് ഉണ്ടോ അതെല്ലാം ഇവിടെ വരും. അപ്പോൾ അതിൽ ഓരോന്നിനെയും നിങ്ങൾ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിടുക. ആ പ്ലസ് സൈനിൽ നിങ്ങൾ പ്ലസ് സൈനിൽ ഓരോന്നും നിങ്ങൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇവിടെ കാണിക്കും. നിങ്ങളുടേതായിട്ടുള്ള യഥാർത്ഥ പോസ്റ്റ്
ഇവിടെ 1, 2, 3, 4 എന്നും പറഞ്ഞ് ഈ സൈഡിൽ കാണിക്കും, നിങ്ങൾക്ക് ഓരോ പോസ്റ്റും കാണിക്കും. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു കാണിച്ചത് നോക്കിയോ, കണ്ട എനിക്കിവിടെ വന്നതിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പ്ലസ് സൈൻ കൊടുത്തപ്പോഴത്തെ ആ പോസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറി. ഇതേപോലെ നിങ്ങളും ഇവിടെ വരുന്ന പോസ്റ്റ് ഇവിടെ 1, 2 എന്നും പറഞ്ഞ് വരും. ഇവിടെ നിങ്ങൾ ആ പ്ലസ് സൈനിൽ മുകളിൽ ഞാൻ പറഞ്ഞ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പോസ്റ്റുകൾ ഇവിടെ വന്ന് കിടക്കും. ഇവിടെ വരും. വന്നതിന് ശേഷം ഓക്കെ, എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ദാ പേര് ഇവിടെ കാണും. ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡർ ടു പോസ്റ്റ് പ്രിഫറൻസ് ഫോർ ദ പോസ്റ്റ് ഐ ആം ഇൻട്രസ്റ്റഡ് ടു അപ്ലൈ. ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ അവിടെ എല്ലാ എസ് എന്നുള്ള ടിക്ക് കൊടുത്ത് എന്ത് ചെയ്യുക, ടിക്ക് കൊടുത്ത് പ്ലേസ് ഡേറ്റ്, നിങ്ങളുടെ സിഗ്നേച്ചറെല്ലാം ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരും. ഡേറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. എന്നിട്ട് പ്രിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു പോപ്പപ്പ് മെസ്സേജ് വരും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി എന്നും പറഞ്ഞിട്ടുള്ളൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇത് ആപ്ലിക്കേഷൻ വിൽ നോട്ട് ഏബിൾ ടു മേക്ക് എനി കറക്ഷൻസ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, നോർമലായിട്ട് വരുന്നതാണ് അങ്ങനെ ഒരു പോപ്പപ്പ്. സബ്മിറ്റ് കൊടുക്കുക, സബ്മിറ്റ് ആവും. നമുക്ക് ആപ്ലിക്കേഷൻ തിരുത്തുന്നതിനുള്ള അവസരമുണ്ട് 28-ാം തീയതി വരെ. പക്ഷേ അത് തിരുത്തുന്നത് ഫസ്റ്റ് പേജ്, നമ്മുടെ ആദ്യത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഇത് തിരുത്താം. പേഴ്സണൽ ഡീറ്റെയിൽസ് തിരുത്താം, അതർ ഡീറ്റെയിൽസ് തിരുത്താം, എഡ്യൂക്കേഷൻ തിരുത്താം, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് തിരുത്താം, പ്രിഫറൻസ് ഒക്കെ തിരുത്താം. പക്ഷെ ഇതിനെല്ലാം തിരുത്തുന്നതിന് 1 by 1 ആയിട്ട് ഓരോ തവണ നിങ്ങൾ കയറുമ്പോഴത്തേക്കും 250 വെച്ച് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അത് റീഫണ്ടബിൾ അല്ല. അപ്പോൾ ആദ്യമേ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. പിന്നെ ആദ്യത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് പേജില്ലേ, ഞാൻ ആധാറിന്റെ കാർഡിൽ കാണിച്ച ആദ്യം നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്നില്ല, അതിൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതൊന്നും ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. അതങ്ങനെ തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ തിരുത്താൻ പറ്റും. ഇവിടെയൊക്കെ തിരുത്തണമെങ്കിൽ 28-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ 250 വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടിയും വരും. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൾറെഡി മൊബൈലിൽ മെസ്സേജ് വരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ഞാൻ മറ്റു വീഡിയോയിലും പറഞ്ഞത് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്ത് ചെയ്യുക, ദയവായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ചെന്നിട്ട് ആദ്യം ഇതെല്ലാം കമ്പ്യൂട്ടറിലേക്ക് ആക്കുക. ഈ സൈസ് അനുസരിച്ച് സർട്ടിഫിക്കറ്റ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കുക. ഒരു ഫോൾഡറിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുക. അതായത് SSLC, +2, ഡിഗ്രി, PG, ടെറ്റ് ഇതെല്ലാം 1 by 1 ആയിട്ട് 500 MB താഴെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കുക. ഫോട്ടോ കറക്റ്റ് സൈസ് ചെയ്ത് വെക്കുക. സിഗ്നേച്ചർ കറക്റ്റ് സൈസ് ചെയ്ത് വെക്കുക. നോൺ ക്രിമിലിയറോ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സൈസ് ചെയ്ത് വെക്കുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സൈസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് പറഞ്ഞു, ഏത് സ്ഥലത്താണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്നും കൂടി മനസ്സിലാക്കി വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ അയക്കാൻ തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ ലാസ്റ്റ് അവസാനം വന്ന് നിൽക്കും, നിങ്ങൾ ആ സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ യോഗ്യനല്ല എന്ന് കാണിക്കും. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും ഹോമിലേക്ക് വന്ന് വീണ്ടും അവിടെ കൊടുത്ത് തിരിച്ചു പോകണം. അപ്പോൾ ആ ഒരു സമയം നമ്മൾ വേസ്റ്റ് ആക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യം അതൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നാളെയും മറ്റന്നാളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും കിട്ടാനായിട്ട് യോഗ്യതയുണ്ട്, എല്ലാവരും കിട്ടും, പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള PSC പോലെയൊന്നുമല്ല, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമാണ്. വളരെ സിമ്പിളായിട്ട്, അതായത് 50 മാർക്കിൻ്റെ പ്രൊഫഷണബിലിറ്റിയാണ് ഏറ്റവും പാടായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ള. ബാക്കിയുള്ള മാത്സും മെൻ്ററബിലിറ്റിയും GKയും കറണ്ട് അഫയേഴ്സും സയൻസും ഒക്കെ വളരെ സിമ്പിൾ. നിങ്ങൾ LP UP ഒക്കെ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ PSC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഒന്നും കൂടെ ഞാൻ ലാസ്റ്റായിട്ട് ഓർപ്പിക്കുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഈ സ്ഥലത്ത് ചെയ്യേണ്ട കാര്യം, രണ്ടാമതായിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ട് എടുത്തതിന് ശേഷം വരുന്ന അതിൽ രണ്ടാമതായിട്ട് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം നോക്കി പഠിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക. ഓക്കെ, ഏത് RRBയിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് അത് കറക്റ്റ് കൊടുക്കുക, എന്നിട്ട് ആപ്ലിക്കേഷൻ തുടരുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചോദിക്കുക, അല്ലെങ്കിൽ വിളിക്കുക. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് വിളിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ പറഞ്ഞു എല്ലാ അപ്ഡേഷൻസും, ഇതിൻ്റെ ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ, പെയ്ഡ് ക്ലാസ്സുകൾ, വളരെ കുറഞ്ഞ ഫീസിലുള്ള പെയ്ഡ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു. സൈനിങ് ഓഫ്, ടീച്ചേഴ്സ് ക്ലബ്.